അവളുടെ പ്രസരിപ്പാർന്ന ശബ്ദം എന്നെ ചെറുതായൊന്ന് ഞെട്ടിച്ചു. കോളേജിലെ നോട്ടീസ് ബോർഡിൽ കണ്ണും നട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. പതുക്കെ തിരിഞ്ഞു നോക്കി. ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് ഈ ഒരു കാര്യം നടന്നു കിട്ടാനായിരുന്നു. ഇതാ അവളും ഞാനും ഒന്നിച്ച് കോളേജിലെത്തിയിരിക്കുന്നു. ഇറുകിയ കറുത്ത ജീൻസും കറുപ്പിൽ വെള്ള വരകളുള്ള ടീഷർട്ടുമാണ് അവളുടെ വേഷം. കളിക്കളത്തിലെ അഴുക്കും വിയർപ്പും ഒന്നുമില്ലാതെ വെട്ടിത്തിളങ്ങുന്ന മുഖം. ചുണ്ടിൽ പുരട്ടിയ നേർത്ത പിങ്ക് നിറത്തിലുള്ള ലിപ് ഗ്ലോസ് ചെറുതായി മിന്നുന്നുണ്ട്. അരക്കെട്ടിന് താഴോട്ട് ഓളം വെട്ടുന്നതുപോലെ ഒഴുകിയെത്തുന്ന നീളൻ മുടി, മെലിഞ്ഞു നീണ്ട മൃദുവായ വിരലുകൾ. കളിക്കളത്തിൽ കാണിച്ച ശക്തി മുഴുവൻ അവ എവിടെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ നെഞ്ച് തുടിച്ചു തുള്ളി. അഡ്മിഷൻ ലെറ്റർ കിട്ടിയ അന്നു തൊട്ടേ കോളേജ് തുറക്കുന്നത് മുമ്പുള്ള ഒരു മാസം എങ്ങനെയെങ്കിലും കടന്നു കിട്ടാൻ ക്ഷമകെട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. റിയയും കോളേജിലെത്തുമോ എന്നറിയാൻ. ഞാൻ റിയ, അവൾ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടോ എന്നോ? അന്ന് ഡൽഹിയിൽ നിന്നും പോയതിൽ പിന്നെ ഒരു നിമിഷം പോലും എൻ്റെ മനസ്സിൽ നിന്നും മാറി നിന്നിട്ടില്ല എന്നു പറയാൻ തോന്നി. അതുപോലൊരു സുന്ദരിയെ അന്നോളം ഞാൻ കണ്ടിട്ടില്ല എന്നും പറയണമെന്നുണ്ടായിരുന്നു. പ്രാണവായു നെഞ്ചിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്നും പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓർമ്മയില്ലാതെ? ഞാൻ പറഞ്ഞു. എന്തായാലും താനും വന്നല്ലോ, നന്നായി. സത്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു, അവൾ പറഞ്ഞു. എന്നിട്ട് നോട്ടീസ് ബോർഡിലേക്ക് വിരൽ ചൂണ്ടി. അതാണോ ഫസ്റ്റ് ഇയറിൻ്റെ ടൈം ടേബിൾ? അതെ, ഞാൻ തലകുലുക്കി. അവൾ വീണ്ടും പുഞ്ചിരിച്ചു. ഇയാളുടെ സബ്ജക്റ്റ് ഏതാണ്? നോട്ടീസ് ബോർഡിൽ നിന്നും കണ്ണെടുക്കാതെ അവൾ ചോദിച്ചു. സോഷ്യോളജി, ഞാൻ പറഞ്ഞു. ഓ, അപ്പോൾ ആളൊരു ഇൻ്റലക്ച്വൽ ആണല്ലേ? അവൾ ചിരിച്ചു. ബുദ്ധിജീവി എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്നെനിക്ക് പിടികിട്ടിയില്ല. എന്തായാലും എന്തോ തമാശയാണെന്ന് ഊഹിച്ച് ഞാനും കൂടെ ചിരിച്ചു. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ പേരും റോൾ നമ്പറുകളും കാണിക്കുന്ന കുറച്ച് കടലാസുകൾ കൂടി നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താൻ ഏതിലാണ് ചേർന്നത്? ഞാൻ ചോദിച്ചു. അവൾ നോട്ടീസ് ബോർഡിൽ നോക്കുന്ന തക്കത്തിൽ ഞാൻ എൻ്റെ ടീഷർട്ടും ജീൻസും ശരിക്കും പിടിച്ചിട്ടു. സെൻറ്റ് സ്റ്റീഫൻസിലേക്ക് വരാൻ വേണ്ടി ഞാൻ പട്നയിൽ ചെന്നു പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. ഇപ്പോൾ കണ്ടാൽ ഏതോ സർക്കാർ ഓഫീസിലെ ക്ലർക്കാണെന്നൊന്നും തോന്നില്ല. പുതിയ കോളേജിന് പറ്റിയ രീതിയിൽ വേണം ഇനി നടക്കാൻ. ഞാൻ ഇംഗ്ലീഷിലാണ്, അവൾ പറഞ്ഞു. ദാ എൻ്റെ പേര് കണ്ടില്ലേ, റിയ സൊമാനി, ഇംഗ്ലീഷ്. ഞാൻ വായിച്ചു. എൻ്റെ മനസ്സൊന്ന് വാടി. ഇംഗ്ലീഷിൽ ബിരുദത്തിന് പഠിക്കുന്ന ഒരു പെണ്ണ് എന്നെപ്പോലൊരു പൊട്ടൻ നാട്ടുപുറത്തുകാരനുമായി കൂട്ടുകൂടാൻ ഒരിക്കലും വരില്ല. റിയയുടെ ഫോണിൽ റിംഗ് ടോൺ മുഴങ്ങി. ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് അവൾ ഒരു തിളങ്ങുന്ന നോക്കിയ ഫോൺ പുറത്തെടുത്തു. ഹലോ അമ്മേ, അവൾ ഹിന്ദിയിൽ പറഞ്ഞു. ആ, ഞാൻ എത്തി. അതെ അതെ, എല്ലാം ശരിയായി. ഇനി സ്ഥലമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അവളുടെ ഹിന്ദി എൻ്റെ കാതിന് മധുര സംഗീതമായിരുന്നു. അപ്പോൾ എനിക്ക് അവളോട് സംസാരിക്കാൻ സാധിക്കും. ഒരു മിനിറ്റ് കൂടി സംസാരിച്ച് അവൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ അവൾ എൻ്റെ നോട്ടം ശ്രദ്ധിച്ചു. ഈ അമ്മമാരുടെ ഒരു കാര്യം, അവൾ പറഞ്ഞു. അതെ അതെ, അപ്പോൾ തനിക്ക് ഹിന്ദി അറിയാമല്ലേ? അവൾ ചിരിച്ചു. ഇക്കാര്യം ഇയാൾ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടല്ലോ. ഹിന്ദിയൊക്കെ നന്നായി അറിയാം. എന്താ കാര്യം? എൻ്റെ ഇംഗ്ലീഷ് അത്ര പോരാ, ഞാൻ പറഞ്ഞു. എന്നിട്ട് ഹിന്ദിയിലേക്ക് മാറി. തന്നോട് ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചോട്ടെ? എന്തു പറയുന്നു എന്നതിലാണ് കാര്യം, അല്ലാതെ പറയുന്ന ഭാഷയല്ല, റിയ പുഞ്ചിരിയോടെ പറഞ്ഞു. പ്രണയത്തിൽ വീഴാൻ ഒരു പ്രത്യേക നിമിഷമുണ്ട് എന്ന് ചിലർ പറയാറുണ്ട്. മുമ്പൊന്നും ഇത് ശരിയാണോ എന്നെനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇതാണ് ആ നിമിഷം. റിയ സൊമാനി ആ വാചകം പറഞ്ഞപ്പോൾ ലോകം സ്ലോ മോഷനിൽ നൃത്തമാടുന്നത് പോലെ തോന്നി. അവളുടെ നേർത്ത പുരികങ്ങളിലായിരുന്നു എൻ്റെ കണ്ണ്. അവൾ അത് പറഞ്ഞപ്പോൾ അവ പതുക്കെ അനങ്ങി. നീളവും കനവുമെല്ലാം കൃത്യമായ പുരികങ്ങൾ. ഏറ്റവും നല്ല പുരികത്തിനുള്ള വല്ല മത്സരവും നടത്തിയാൽ സമ്മാനം അവൾക്കുറപ്പാണ്. ഒരു പക്ഷേ കുറച്ചുകൂടി കാത്തിരുന്നിട്ട് മതിയായിരുന്നു പ്രണയത്തിൽ പെടുന്നത്. എന്നാലും അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് തീർച്ച. വികാരങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലേ ആയിരുന്നില്ല. അങ്ങനെ കോളേജിലെ ആദ്യ ദിനത്തിൽ തന്നെ ഞാൻ ഗാഢമായ പ്രണയത്തിൽ വീണു. പ്രമുഖ ബാസ്കറ്റ്ബോൾ കളിക്കാരിയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയും ഭൂമിയിലെ ഏറ്റവും വലിയ സുന്ദരിയും അഴകാർന്ന പുരികങ്ങളുടെ ഉടമയും മധുരഭാഷിണിയുമായ റിയ സൊമാനി. ഞാൻ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ ഹൃദയത്തെ കവർന്നെടുത്തു കളഞ്ഞു. ഇല്ല, ഈ വിചാരമൊന്നും പുറത്തു കാണിക്കാൻ വയ്യായിരുന്നു.
അതിന് ധൈര്യം വന്നില്ല. അത് ബുദ്ധിയാവില്ല താനും. ഇടനാഴിയിലൂടെ രണ്ടുപേരും ക്ലാസ് റൂമുകളിലേക്ക് നടന്നു. അവളെ 2 മിനിറ്റ് നേരത്തേക്ക് കൂടെ കിട്ടി. ഇവിടെ വല്ല കൂട്ടുകാരെയും കിട്ടിയോ? അവൾ ചോദിച്ചു. ഇല്ല. തനിക്കോ? സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ചിലർ സെൻറ്റ് സ്റ്റീഫൻസിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഡൽഹിക്കാരിയല്ലേ. കോളേജിന് പുറത്ത് ചങ്ങാതിമാർ ധാരാളം. എനിക്ക് ഒത്തുപോവാൻ പറ്റിയാൽ മതിയായിരുന്നു, ഞാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ഒട്ടും ചേരാത്തതുപോലെ. ആ തോന്നൽ എല്ലാവർക്കും ഉള്ളതാണെന്നേ. ഏത് ഹോസ്റ്റലിലാണ് ഇയാൾക്ക് തന്നിരിക്കുന്നത്? അവൾ ചോദിച്ചു. രുദ്ര. തനിക്കോ? ഞാൻ ഡൽഹിക്കാരി തന്നെ ആയതുകൊണ്ട് ഹോസ്റ്റലിലൊന്നുമല്ല. വെറും പാവം ഒരു ഡേ സ്കോളർ, അവൾ പറഞ്ഞു. ഞങ്ങൾ എൻ്റെ ക്ലാസ് മുറിക്ക് മുന്നിലെത്തി. അത് കാണാത്ത ഭാവം നടിച്ച് ഞാൻ നടത്തം തുടർന്നു. അവളുടെ ക്ലാസ് എത്തുന്നതുവരെ. ഓ, ഇതാ എൻ്റെ ക്ലാസ് എത്തി, അവൾ പറഞ്ഞു. ഇനി ഇയാളുടെ ക്ലാസ് കണ്ടുപിടിക്കണ്ടേ? അത് ഞാൻ നോക്കി കണ്ടുപിടിച്ചുകൊള്ളാം. കയറിക്കോളൂ, ഞാൻ പറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ കൈവീശി. അവളെ ഒരു കാപ്പി കുടിക്കാൻ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ധൈര്യം വന്നില്ല. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ അകലെ നിന്നെറിഞ്ഞ് എത്ര തവണ വേണമെങ്കിലും കൃത്യമായി പന്ത് ബാസ്ക്കറ്റിൽ വീഴ്ത്താൻ ഞാൻ റെഡി. എന്നാൽ ഒരു പെൺകുട്ടിയെ കോളേജ് ക്യാൻറ്റീനിലേക്ക് വിളിക്കാൻ ചങ്കൂറ്റം പോരാ. ബാസ്ക്കറ്റ്ബോൾ പെട്ടെന്നെൻ്റെ വായിൽ നിന്നും വീണുപോയി. എന്താ പറഞ്ഞത്? അല്ല, നമുക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് കളിച്ചാലോ? ഞാൻ ധൈര്യം സംഭരിച്ച് പറഞ്ഞു. ഇയാളുടെ കൂടെ കളിക്കാനോ? ഹയ്യടാ, എന്നെ തകർത്തു വാരും. അവൾ ചിരിച്ചു. ഞാനും വെറുതെ കൂടെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, താനും നന്നായി കളിക്കുന്നുണ്ട്. അപ്പോഴും ഞങ്ങൾ ആ ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ശരി, കുറച്ച് ദിവസം കഴിഞ്ഞാവട്ടെ. അപ്പോഴേക്കും ക്ലാസ്സൊക്കെ ഒന്ന് പരിചയമാവുകയും ചെയ്യും, റിയ പറഞ്ഞു. പിന്നെ അവളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിനായി അകത്തേക്ക് കയറി. ഇനിയും കാണാമല്ലോ എന്ന സന്തോഷത്തിൽ എനിക്കും ക്ലാസ് ഉണ്ട് എന്ന കാര്യം പോലും മറന്നുപോയി. പൂന്തോട്ടത്തിലേക്ക് ചാടിയിറങ്ങി നൃത്തം ചവിട്ടാനാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ പീരീഡിനുള്ള ബെൽ മുഴങ്ങി. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നേരം വൈകി പാഞ്ഞെത്തിയ ഒരു പയ്യനോട് ഞാൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു, ഇത് സോഷ്യോളജി ക്ലാസ് ആണോ? ഭയങ്കര കളി തന്നെ. ഇയാളെ സമ്മതിച്ചിരിക്കുന്നു. ടവൽ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് റിയ പറഞ്ഞു. ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ്. രണ്ടുപേരും ചേർന്ന് ഒരു ഹാഫ് കോർട്ട് ഗെയിം കളിച്ചു. 20-9 എന്ന സ്കോറിന് ഞാൻ അവളെ തോൽപ്പിക്കുകയും ചെയ്തു. എൻ്റെ കളി ഒന്നിനും കൊള്ളില്ല, അവൾ പറഞ്ഞു. എന്നിട്ട് വാട്ടർ ബോട്ടിലിൽ നിന്നും മോന്തി കുടിച്ചു. വെള്ള നിറത്തിലുള്ള ഇറുകിയ സ്ലീവ്ലെസ് ടോപ്പും പർപ്പിൾ നിറത്തിലുള്ള ഷോർട്ട്സുമാണ് അവളുടെ വേഷം. തൻ്റെ കളിക്ക് ഒരു കുഴപ്പവുമില്ല, പ്രാക്ടീസ് പോരെന്ന് മാത്രം, ഞാൻ പറഞ്ഞു. വെള്ളം കുടിച്ചു തീർത്ത് അവൾ ഒഴിഞ്ഞ കുപ്പി കുലുക്കി. ദാഹം മാറിയില്ല. കഫേയിൽ പോയാലോ? ഞാൻ അതിൽ കയറി പിടിച്ചു. റിയ എന്നെ ഉറപ്പിച്ചൊന്ന് നോക്കി, തെല്ല് അത്ഭുതത്തോടെ. മുഖത്തൊരു ഭാവവും വരാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ട് ഞാൻ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു, അല്ല, അവിടെ നല്ല ജ്യൂസ് കിട്ടും. കഫറ്റീരിയയിൽ കൂട്ടം കൂട്ടമായി എത്തുന്ന കുട്ടികളുടെ ബഹളമായിരുന്നു. ഉച്ചഭക്ഷണത്തിൻ്റെ നേരമായതുകൊണ്ട് ഒരു മേശ കിട്ടാൻ തന്നെ 5 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നു. ജ്യൂസ് ഇല്ലാത്തത് കൊണ്ട് റിയ ലെമണേഡ് മതിയെന്ന് വെച്ചു. ഞാൻ ഒരു പ്ലേറ്റ് കീമയും ഒരു കോൾഡ് കോഫിയും ഓർഡർ ചെയ്തു. സംസാരിച്ചു തുടങ്ങാൻ ഞങ്ങൾ 2 പേർക്കുമുണ്ട് വിഷമം എന്നെനിക്ക് മനസ്സിലായി. എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അവൾക്കാണെങ്കിൽ തരം കിട്ടിയാൽ മിണ്ടാതിരിക്കാനാണ് ഇഷ്ടം. മിണ്ടാപ്രാണി എന്ന് വിളിച്ചാലോ? ഈ സ്തംഭനാവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിച്ചേ തീരൂ. സംഗതി എവിടെയെങ്കിലും കൊണ്ട് ചെന്നെത്തിക്കണമെങ്കിൽ. വെയിറ്റർ ഞങ്ങളുടെ ഓർഡർ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ബീഹാറിൽ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ആലു ചോപ്പ് ഉണ്ടാക്കും. അതിൽ കീമ ഉള്ളിൽ വച്ചാണ് ഉണ്ടാക്കുക. ഈ കീമ അതുപോലുണ്ട്, ഞാൻ പറഞ്ഞു. ബീഹാർ എങ്ങനെയായിരിക്കും? ഞാൻ ഇതുവരെ ആ ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല, അവൾ പറഞ്ഞു. എന്നിട്ട് ലെമണേഡ് കുടിച്ചു തുടങ്ങാൻ സ്ട്രോയുടെ ചുറ്റും ചുണ്ടുകൊണ്ടൊന്ന് തലോടി. ഡൽഹി പോലൊന്നുമല്ല ബീഹാർ, തനി നാടൻ പ്രദേശം. നെൽപ്പാടങ്ങൾ ധാരാളമുണ്ട്. പട്ന പോലെയുള്ള നഗരങ്ങൾ ഒഴിച്ചാൽ എല്ലാം ശാന്തമായ സ്ഥലങ്ങളാണ്. ശാന്തമായ സ്ഥലങ്ങളാണ് എനിക്കിഷ്ടം, റിയ പറഞ്ഞു. പ്രശ്നങ്ങളും ധാരാളമുണ്ട്. ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല, കുറ്റകൃത്യങ്ങളും കൂടുതലാണ്. അതൊക്കെ താനും കേട്ടിട്ടുണ്ടാവും. എല്ലാറ്റിലും പിന്നോക്കം നിൽക്കുന്ന ദരിദ്ര സംസ്ഥാനം, അങ്ങനെയാണ് എല്ലാവരും പറയാറ്.
പണമുണ്ടെങ്കിലും ചിലപ്പോൾ പിന്നോക്കാവസ്ഥയിലാവും, റിയ പറഞ്ഞു. 2 നിമിഷം ഞങ്ങൾ എന്തു പറയണമെന്നറിയാതെ വല്ലാത്ത ഒരു നിശബ്ദതയിൽപ്പെട്ടു. മിണ്ടാപ്രാണി റിയയും പേടിത്തൊണ്ടൻ മാധവും. ഈ സ്തംഭനാവസ്ഥ എങ്ങനെയെങ്കിലും തകർക്കടോ, ഞാൻ സ്വയം ഉള്ളിൽ പറഞ്ഞു. തൻ്റെ വീട്ടിലുള്ളവരൊക്കെ ഡൽഹിയിൽ തന്നെയാണോ താമസം? അതെ, വലിയ കൂട്ടുകുടുംബമാണ്. അച്ഛനും അമ്മയും അമ്മാവന്മാരും കസിൻസും സഹോദരനും എല്ലാവരുമുണ്ട്. അച്ഛനും അമ്മയും എന്തു ചെയ്യുന്നു? ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയാൽ കുറച്ചുകൂടി രസമുള്ള വർത്തമാനങ്ങൾ വേണം പറയാൻ. എന്നാൽ എന്നെപ്പോലൊരു പൊട്ടച്ചാർക്കുണ്ടോ ഇതൊക്കെ വല്ല പരിചയവും? കുടുംബം വക ബിസിനസ്സാണ്. സ്ഥലക്കച്ചവടവും കോൺട്രാക്റ്റുമെല്ലാമുണ്ട്. അപ്പോൾ സമ്പത്ത് കുറേ ഉണ്ടാവും അല്ലേ? ഞാൻ ചോദിച്ചു. മണ്ടൻ മാധവ്, ഇതിലും വലിയ മണ്ടത്തരമൊന്നും ചോദിക്കാൻ കണ്ടില്ലേ? എൻ്റെ വെട്ടിത്തുറന്നുള്ള ചോദ്യം കേട്ട് അവൾ ചിരിച്ചുപോയി. ഏതുതരം സമ്പത്ത്? പണം കൊണ്ടുള്ള സമ്പത്തോ അതോ മനസ്സിൻ്റെ സമ്പത്തോ? രണ്ടും രണ്ടാണ്. കാശു ധാരാളമില്ലേ എന്നാണ് ചോദിച്ചത്. കഷ്ടകാലത്തിന് അതു ശരിയാണ്. അതിലെന്താ ഇത്ര കഷ്ടം? എല്ലാവർക്കും കാശു വേണം എന്നല്ലേ മോഹം? അതും ശരിയാ. എനിക്കൊരു ചമ്മലാണെന്ന് മാത്രം. പണം 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 എന്നു മാത്രമുള്ള വിചാരവും ആളുകൾ പണത്തിനൊത്തു മാറുന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. അവളും ഞാനും വ്യത്യസ്തമായ ലോകങ്ങളിൽ നിന്നാണ് വരുന്നതെന്നെനിക്ക് മനസ്സിലായി. ചിലപ്പോൾ അവളുടെ പിന്നാലെ നടക്കുന്നത് ഒരു കാര്യവുമില്ലാത്ത പൊല്ലാപ്പായേക്കാം. ഏത് യുക്തി വെച്ച് നോക്കിയാലും ഇത് നടക്കുന്ന മട്ടില്ല. ഇയാളുടെ കീമ ഞാനൊന്ന് സ്വാദ് നോക്കട്ടെ, അവൾ ചോദിച്ചു. വിശപ്പ് തോന്നുന്നു, ഞാൻ തലകുലുക്കി. എന്നിട്ട് വെയിറ്ററെ വിളിച്ച് ഒരു ഫോർക്ക് കൂടി കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷേ അതിലൊന്നും കാത്തു നിൽക്കാതെ അവൾ എൻ്റെ ഫോർക്കെടുത്ത് ഒരു കഷ്ണം വായിലാക്കി. അവൾ എൻ്റെ ഫോർക്ക് ഉപയോഗിച്ചു. ഇതിന് അർത്ഥം വല്ലതുമുണ്ടോ? ഇയാളുടെ വീട് എവിടെയാ? അവൾ ചോദിച്ചു. ഡുംറാവ്, ഒരു ചെറിയ പട്ടണമാണ്. പട്നയിൽ നിന്ന് 3 മണിക്കൂർ പോണം. കൊള്ളാം, കേട്ടിട്ട് നല്ല രസം തോന്നുന്നു, അവൾ പറഞ്ഞു. തനിക്കൊക്കെ അവിടെ നിന്നാൽ ബോറടിക്കും. ഇല്ലില്ല, നാടിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു തരൂ. അല്ലെങ്കിലും ഞാൻ വലിയ വർത്തമാനക്കാരിയല്ല, കേട്ടിരിക്കാനാ കൂടുതലിഷ്ടം. അവൾക്ക് ശരിക്കും താല്പര്യം കയറിയ പോലുണ്ട്. ഞാൻ വീട്ടിലെ ചുറ്റുപാടുകളെക്കുറിച്ച് അവൾക്ക് വിവരിച്ചു കൊടുത്തു. അമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതം, അമ്മ നടത്തുന്ന സ്കൂൾ, എൻ്റെ ബാസ്കറ്റ്ബോൾ കളി. ഇതിലും കൂടുതൽ കാര്യമൊന്നുമില്ല. അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായി. പൊളിഞ്ഞു തുടങ്ങിയ ഒരു കൂറ്റൻ ഹവേലിയും കുറച്ച് കൃഷിസ്ഥലവും പിന്നെ സ്ഥലം സംബന്ധിച്ച കുറേ കേസുകളും. ഇത്രയുമാണ് അച്ഛൻ ഞങ്ങൾക്കായി ബാക്കി വെച്ചിരുന്നത്. കുറച്ച് വീട്ടുജോലിക്കാരും കൂടെയുണ്ട്. ഹവേലിയുടെ ഭൃത്യപുരയിലാണ് അവരുടെ താമസം. ഞങ്ങൾ കൊടുക്കുന്ന നക്കാപ്പിച്ച ശമ്പളം മോഹിച്ചൊന്നുമല്ല, പഴയ കൂറുവെച്ച് കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. വലിയ ഭൂപ്രഭുക്കന്മാരായിരുന്നു ഞങ്ങളുടെ പൂർവികർ. ഡുംറാവിലെ രാജകുടുംബം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള രാജകുടുംബമായിരുന്നു അത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞങ്ങളുടെ കുടുംബസ്വത്തൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തു. വർഷം തോറും തരുന്ന ഒരു പെൻഷൻ മാത്രം ഏർപ്പാടാക്കി. അതാണെങ്കിൽ ഓരോ തലമുറ ചെല്ലുമ്പോഴും കുറഞ്ഞു വന്നു. കാരണവന്മാർ പണം ധൂർത്തടിച്ച് ജീവിച്ചത്. പ്രത്യേകിച്ചും ചൂതാട്ടത്തിൽ തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കന്മാർ എന്നവർ കരുതി. പലതവണ പാപ്പരാവുന്നതിൻ്റെ വക്കിലെത്തിയപ്പോൾ കുടുംബത്തിലെ സ്ത്രീകൾ ഏറ്റെടുത്തു. അപ്പോഴേക്കും പുരുഷന്മാരെല്ലാം തികഞ്ഞ മദ്യപാനികളായി കഴിഞ്ഞിരുന്നു. കുടുംബത്തിൻ്റെ അഭിമാനവും ആ വലിയ ഹവേലിയും കാത്തു സൂക്ഷിക്കാൻ എങ്ങനെയോ സ്ത്രീകൾക്ക് സാധിച്ചു. അച്ഛൻ്റെ സഹോദരന്മാരുടെ മക്കളെല്ലാം വിദേശങ്ങളിൽ താമസമാക്കി. ഇനി നാട്ടിലേക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ബീഹാറിൽ തന്നെ നിന്നത് എൻ്റെ അച്ഛൻ മാത്രമാണ്. ഡുംറാവിലെ രാജാ സാഹിബ് എന്ന സ്ഥാനം അവസാനമായി കൈക്കൊണ്ടത് അദ്ദേഹമാണ്. 10 വർഷം മുമ്പ് ഹൃദയസ്തംഭനം വന്ന് അച്ഛൻ മരിച്ചു. പിന്നെ കുടുംബത്തിൽ ഉറച്ച മനസ്സോടെ ബാക്കിയായ ഒരേ ഒരാൾ എൻ്റെ അമ്മയാണ്, റാണി സാഹിബ ദുർഗാ ഝാ. അമ്മ എന്നെ വളർത്തിയെടുത്തു. ബാക്കി വന്ന കുറച്ച് കൃഷിസ്ഥലം നോക്കി നടത്തി. കുടുംബം വകയായുള്ള ഡുംറാവ് റോയൽ സ്കൂളും അമ്മ നടത്തി. സമീപത്തെ ഗ്രാമങ്ങളിൽ നിന്നുള്ള 700 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. റിയ ലെമനേഡിൻ്റെ അവസാനത്തെ തുള്ളിയും വലിച്ചെടുക്കുമ്പോൾ ബാക്കിയായ കുമിളകൾ ശബ്ദമുണ്ടാക്കി.
അത് കേട്ടപ്പോഴാണ് ഓർത്തത്, 10 മിനിറ്റായി ഞാൻ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ ബോറടിപ്പിച്ചു അല്ലേ? ഞാൻ പറഞ്ഞു. ഇനി കുറച്ചു നേരം വായ് തുറക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. മിണ്ടാപ്രാണി റിയ വല്ലതും പറയട്ടെ. ഏയ്, എനിക്കൊട്ടും ബോറടിച്ചില്ല. അത് കേട്ട് ഞാൻ പുഞ്ചിരിച്ചു. ഇനി താൻ പറയൂ. എന്നെ ഇങ്ങനെ സംസാരിക്കാൻ വിട്ടാൽ ഞാൻ നിർത്തുകയേയില്ല. ശരി, അതിരിക്കട്ടെ. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു രാജകുമാരനാണല്ലേ? അതോ ശരിക്കുമുള്ള രാജാവോ? രാജാ സാഹബ്. ഞാൻ ചിരിച്ചു. ഇക്കാലത്ത് എവിടെ രാജാവും രാജകുമാരനുമൊക്കെ? പഠിപ്പില്ലാത്ത നാട്ടിൻ പുറത്തുകാർ അങ്ങനെയൊക്കെ പറയും എന്ന് മാത്രം. ഓ, അപ്പോൾ അവർ അങ്ങനെ വിളിക്കാറുണ്ടല്ലേ? അയ്യടാ, അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു രാജകുമാരനോടാണ്. അവരെങ്ങനെയാണ് വിളിക്കാറ്? രാജകുമാരൻ എന്നാണോ? അവളുടെ കണ്ണുകൾ വിടർന്നു. ആ അവാർഡ് കൊടുക്കേണ്ട പുരികങ്ങൾ ചെറുതായി ഒന്ന് ഉയർന്നു താണു. ചിലപ്പോഴൊക്കെ ആളുകൾ അങ്ങനെ വിളിക്കും. അതിലത്ര കാര്യമൊന്നുമില്ലെന്നേ. ഞങ്ങളങ്ങനെ കാശും പത്രാസൊന്നുമുള്ള കൂട്ടരുമല്ല. കൊട്ടാരത്തിലാണോ താമസം? ഹവേലി എന്നാ പറയുക. ആ, ചെറിയൊരു കൊട്ടാരം തന്നെ എന്നു പറയാം. എന്തായാലും ഞാൻ രാജകുമാരനൊന്നുമല്ല. ബിരുദമെടുക്കാൻ മോഹിച്ചു വന്ന ഒരു ബീഹാറി പയ്യൻ, അത്രയുള്ളൂ. വല്ല നോട്ടത്തിലും എന്നെ കണ്ടാൽ ഒരു രാജകുമാരനാണ് എന്ന് തോന്നുന്നുണ്ടോ? അത് വിട്. ഇയാൾ ആളൊരു സുന്ദരനാണ്. നല്ല പൊക്കവും. കുറച്ച് ആഭരണം കൂടി ഉണ്ടെങ്കിൽ ശരിക്കും രാജകുമാരൻ തന്നെ, റിയ പറഞ്ഞു. ആ പറഞ്ഞത് തമാശയായിട്ടാണെങ്കിലും അവൾ ആദ്യമായിട്ടാണ് എന്നെ ശരിക്കും പുകഴ്ത്തി സംസാരിക്കുന്നത്. എൻ്റെ മനസ്സിൽ സന്തോഷത്തിൻ്റെ ലഡ്ഡു പൊട്ടി. വെറുമൊരു സാധാരണ പ്രജയായ ഞാൻ ബാസ്കറ്റ്ബോൾ കളിച്ചത് ഡുംറാവിലെ രാജാ സാഹബിൻ്റെ കൂടെയാണോ? അത് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. ഷേ, തന്നോട് ഇക്കാര്യം പറയണ്ടായിരുന്നു, ഞാൻ ചെറിയൊരു ചമ്മലോടെ പറഞ്ഞു. അത് പോട്ടെന്നേ. അവൾ എൻ്റെ കയ്യിൽ ചെറുതായൊന്ന് തട്ടി. കയ്യിലാകെ തരിപ്പ് കയറുന്നതുപോലെ എനിക്ക് തോന്നി. ഇനി തൻ്റെ കാര്യം കേൾക്കട്ടെ. BMW കാറിൽ കോളേജിൽ വരുന്ന ഒരു 18കാരി പെണ്ണ് എങ്ങനെ സാധാരണ പ്രജയാവും? ഓ, അത് ഇയാൾ ശ്രദ്ധിച്ചോ? എൻ്റെ ഡാഡിയുടെ കാറാണത്, റിയ പറഞ്ഞു. വലിയ കാശുകാരി തന്നെ. എൻ്റെ കുടുംബത്തിന് കാശുണ്ട്, എനിക്കല്ല. അവൾ അത് പറയുന്നതിനിടെ 3 പെൺകുട്ടികൾ ഞങ്ങളുടെ മേശക്കരിയിലെത്തി. ഹായ് റിയ, ഞങ്ങൾ നിന്നെയും നോക്കി നടക്കുകയായിരുന്നു, അവരിൽ ഒരാൾ പറഞ്ഞു. ആ, എല്ലാവരും വന്നല്ലോ, റിയ പറഞ്ഞു. വാ, ഇവിടെ ഇരിക്കെ. മാധവ്, ഇത് ഗരിമയും ഐഷയും രജിതയും എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരികളാ. ഏയ്, ഇത് മാധവ്, എൻ്റെ ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്. അവളുടെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം പെട്ടെന്ന് എനിക്ക് പിടികിട്ടി. ബാസ്കറ്റ്ബോൾ ഫ്രണ്ട്. ചിലപ്പോൾ ഓരോ കാര്യത്തിനും അവൾക്ക് ഇങ്ങനെ ഓരോ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. ആ പെൺകുട്ടികൾ എന്നെ അടിമുടി നോക്കി, അളന്നു നോക്കുന്നത് പോലെ. റിയ, മോശമല്ലടി, ഗരീമ പറഞ്ഞു. എന്നിട്ട് റിയയെ നോക്കി കണ്ണിറുക്കി. 3 പേരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നു. മാധവ് കോളേജ് ടീമിൽ കളിക്കുന്നുണ്ടോ? രജിത ചോദിച്ചു. കറുപ്പും ചുവപ്പും കലർന്ന ഒരു കൈലേസ് സ്റ്റൈലിൽ മടക്കി നെറ്റിയിൽ കെട്ടിയാണ് അവളുടെ ഇരിപ്പ്. ഞാൻ ഉവ് എന്ന് തല കുലുക്കി. അതിപരിചയം കാട്ടാനുള്ള അവരുടെ ചങ്കൂറ്റം കണ്ട് ഉള്ളിൽ പരുങ്ങലും തോന്നി. മാധവ് സ്റ്റേറ്റ് ലെവലിൽ കളിച്ചിട്ടുള്ള ആളാ, റിയ എന്നെ അഭിമാനത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വാവ്, ഉഗ്രൻ. 3 പേരും ഒന്നിച്ച് തനി ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറഞ്ഞു. നിങ്ങൾക്ക് വല്ലതും ഓർഡർ ചെയ്യട്ടെ? ഞാൻ ചോദിച്ചു. ഒരു നിമിഷം 3 പെൺകുട്ടികളും സ്തബ്ധരായിരുന്നു. പെട്ടെന്നവർ ചിരിക്കാൻ തുടങ്ങി. എന്നോടുള്ള പരിഹാസമാണ്. ഓ, ആ ചോദ്യം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ രീതി കേട്ടിട്ടാണ് അവർ ചിരിക്കുന്നത്. അത് അത്ര വലിയ പാപമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. എന്താ, എന്തുപറ്റി? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, ഗരിമ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഒന്നും വേണ്ട മാധവ്, താങ്ക്സ്. ഞങ്ങൾ ഇപ്പോൾ ലഞ്ച് കഴിച്ചതേയുള്ളൂ. ഹേ റിയ, പിന്നെ കാണാം. 3 പേരും സ്ഥലം വിട്ടു. ഞങ്ങൾ കൈവീശി. എന്താ പറ്റിയത് റിയ? ഞാൻ ചോദിച്ചു. പോട്ടടോ, വിട്ടുകളാ, അവർക്ക് വട്ട, റിയ പറഞ്ഞു. ആ, ഇനി എനിക്കും പോകാറായി. ഡ്രൈവർ എത്തിയിട്ടുണ്ടാവും. ഞങ്ങൾ കഫറ്റീരിയയിൽ നിന്നിറങ്ങി പ്രധാന ഗേറ്റിന് നേരെ നടന്നു. കടും നീല നിറത്തിലുള്ള അവളുടെ BMW പുറത്ത് കാത്തു കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ തൻ്റെ ബാസ്കറ്റ്ബോൾ ഫ്രണ്ടാണ് അല്ലേ? കാറിനടുത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു.
അതുമാണ്. പിന്നെ എൻ്റെ ലെമണേഡ് കീമ ഫ്രണ്ടും. ഓ, ഒരു ചായ ഫ്രണ്ട് കൂടി ആയാലോ? ഓക്കെ. അവൾ കാറിൽ കയറിയിരുന്നു. പിന്നെ ബൈ പറയാനായി ചില്ലു താഴ്ത്തി. ഒരു മൂവി ഫ്രണ്ട് കൂടി? എന്തു പറ്റി? അതൊന്ന് ആലോചിക്കണം. എന്താലോചിക്കണം? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രാജാവ് തിരുമനസ് കോപിച്ചെന്നെ വധിക്കാൻ ഉത്തരവിടുമോ? ഞാൻ ചിരിച്ചുപോയി. ചിലപ്പോൾ. പിന്നെ കാണാം രാജകുമാര, അവൾ പറഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങി. ഞാൻ ശരിക്കും ഒരു രാജകുമാരനാണോ? എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഒരു കാര്യത്തിൽ ഉറപ്പു തോന്നി. എൻ്റെ രാജകുമാരിയെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. 3 മാസത്തിന് ശേഷം. ഏയ്, എൻ്റെ കയ്യിന്മേൽ കൈവയ്ക്കുന്നോ? റിയ പറയുന്നത് സ്വകാര്യം പോലെയാണ്. എന്നാൽ സിനിമാ തിയേറ്ററിൽ അടുത്തിരിക്കുന്നവരെല്ലാം തലതിരിഞ്ഞു നോക്കാൻ മാത്രം ഒച്ചയുണ്ട് താനും. അറിയാതെ പറ്റിയതാ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞൊപ്പിച്ചു. ഓ, ഇംഗ്ലീഷിൽ സൂത്രമൊക്കെ പറയാൻ പഠിച്ചു അല്ലേ? അവൾ ചോദിച്ചു. ഞാൻ ശരിക്കും പരിശ്രമിക്കുന്നുണ്ട് മിസ്റ്റർ മാധവ് ഝാ. നമ്മൾ ഇവിടെ വന്നത് സിനിമ കാണാനാണ്. തൽക്കാലം അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ പിന്നെയും പറഞ്ഞു. എന്നിട്ട് സ്ക്രീനിൽ ഷാറൂഖ് ഖാനിലേക്കും ശ്രദ്ധ തിരിച്ചു. മൂപ്പർ കോളേജിൽ വീണ്ടും ചേർന്ന ശേഷം പാടി തകർക്കുകയാണ് മേ ഹൂന, ആശ്വാസം തേടുന്നവർക്കെല്ലാം വേണ്ടി. കോണോട്ട് പ്ലേസിലെ ഓഡിയോൺ സിനിമയിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ. പറഞ്ഞു ഒടുവിൽ എൻ്റെ കൂടെ സിനിമയ്ക്ക് വരാമെന്ന് റിയ സമ്മതിച്ചതാണ്. സത്യത്തിൽ അവൾ ഒരു ബാസ്കറ്റ്ബോൾ ബെറ്റിൽ തോറ്റതാണു കാരണം. കോർട്ടിൻ്റെ ഹാഫ് ലൈനിൽ നിന്നുകൊണ്ട് ഒറ്റയേറിന് പന്ത് ബാസ്കറ്റിലാക്കാൻ അവൾ എന്നെ വെല്ലുവിളിച്ചു. സാധിച്ചാൽ അതൊരു സൂപ്പർ ഷോട്ട് തന്നെയാവും, അവൾ പറഞ്ഞു. പകരം എനിക്കെന്ത് കിട്ടും? ഒരു സിനിമ കാണാൻ കൂടെ വരുമോ? നിനക്കത് പറ്റിയിട്ട് വേണ്ടേ? ഞാൻ അതിൽ കയറി പിടിച്ചു ശ്രമം തുടങ്ങി. ആദ്യത്തെ ആഴ്ച മുഴുവൻ നോക്കിയിട്ടും കാര്യം നടന്നില്ല. ഹാഫ് കോർട്ട് ഷോട്ടുകൾ ഭയങ്കര വിഷമം പിടിച്ചതാണ്. പിന്നെയും 2 ആഴ്ച കൂടി നോക്കി, രക്ഷയില്ല. കണ്ടില്ലേ, നമ്മൾ ഒന്നിച്ചു കറങ്ങാൻ പോവണ്ട എന്നാണ് വിധി, റിയ പറഞ്ഞു. 4-ാമത്തെ ആഴ്ച. ഞാൻ ശ്രദ്ധ മുഴുവൻ ഏകാഗ്രമാക്കി പന്തെറിഞ്ഞു. പന്ത് റിങ്ങിൽ ചെന്നു തട്ടി. എന്നിട്ട് 2 തവണ വട്ടം കറങ്ങി നേരെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് വീണു. യെസ്, ഞാൻ വിളിച്ചു കൂവി. റിയ സ്വയം മറന്ന് കൈയടിച്ചു. ബെറ്റിൽ തോൽക്കുകയാണു ചെയ്തതെങ്കിലും. അപ്പോൾ നമുക്കൊരു കറക്കം നടത്താം അല്ലേ? ഒരു ഡേറ്റിംഗ്, ഞാൻ പറഞ്ഞു. അങ്ങനെ ഡേറ്റിങ്ങും ചുറ്റിക്കറക്കവും ഒന്നും വേണ്ട. വെറുതെ കൂട്ടുകാരെ പോലെ ഒരു സിനിമ കണ്ടുവരാം. അതിനല്ലേ നിങ്ങൾ ഹൈ ക്ലാസ്സുകാർ ഡേറ്റിംഗ് എന്ന് പറയുന്നത്? അല്ല, പിന്നെ എന്താ ഈ ഡേറ്റിംഗ്? മതി, ഇയാൾക്ക് സിനിമ കാണണോ അതോ വേണ്ടേ? റിയ ഊരയ്ക്കു കൈ കൊടുത്തുകൊണ്ട് കടുപ്പത്തിൽ ചോദിച്ചു. ആ നിൽപ്പു കണ്ടാലറിയാം, ഇനി ചോദ്യമൊന്നും പാടില്ല. 3 മാസത്തെ പരിചയം വെച്ച് ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നിനും വല്ലാതെ നിർബന്ധിക്കുന്നത് അവൾക്കിഷ്ടമല്ല. ഒരുപക്ഷെ ഈ പണക്കാരൊക്കെ ഇങ്ങനെയായിരിക്കാമെന്ന് ഞാൻ കരുതി. സ്വന്തം സ്വകാര്യതയിൽ ആരും വല്ലാതെ ഇടിച്ചു കയറുന്നത് അവർക്ക് പിടിക്കില്ലായിരിക്കാം. എങ്കിലും ഗ്രാമത്തിൽ ഞങ്ങളൊക്കെ അതിപരിചയം കാട്ടി നടക്കുന്നത് സ്വല്പം കൂടുതലാണ്. സ്ക്രീനിൽ ഷാറൂഖ് ഖാൻ പാട്ടും തകർക്കവേ ഞാൻ ആലോചനയിൽ മുഴുകിയിരുന്നു. ഇവൾക്ക് ഞാൻ ആരാണ്? എന്നും ഞങ്ങൾ കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. ആഴ്ചയിൽ 3 തവണയെങ്കിലും അത് ഒന്നിച്ചുള്ള ചായ കുടിയിൽ എത്താറുമുണ്ട്. സംസാരിക്കുന്നതും മിക്കവാറും ഞാനായിരിക്കും. സെൻറ്റ് സ്റ്റീഫൻസിൽ റെസ എന്ന് ഓമനപ്പേരുള്ള റെസിഡൻറ്റ് ഹോസ്റ്റലുകളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ വിസ്തരിക്കും. രുദ്ര നോർത്ത് എന്ന ഹോസ്റ്റലിലാണ് എൻ്റെ മുറി. അല്ലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറികളെക്കുറിച്ചും അർദ്ധരാത്രിയോളം നീളുന്ന കാരംസ് കളിയെക്കുറിച്ചും സീനിയർ വിദ്യാർത്ഥികളോട് ആദരവ് കാട്ടേണ്ടതിനെക്കുറിച്ചുമെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം റിയ ശ്രദ്ധയോടെ കേട്ടിരിക്കും. ഇടയ്ക്കൊന്ന് പുഞ്ചിരിക്കുകയും ചെയ്യും. എന്നാൽ അവളുടെ വീടിനെക്കുറിച്ച് വല്ലതും ചോദിച്ചാൽ കാര്യമായൊന്നും മിണ്ടില്ല. ഡുംറാവിലാണെങ്കിൽ ചെങ്ങാതിമാർ തമ്മിൽ സ്വന്തം കാര്യങ്ങളെല്ലാം പങ്കിടാതിരിക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല. പക്ഷേ ഈ ഹൈ ക്ലാസ്സുകാർക്ക് ചിലതൊക്കെ സ്വകാര്യമാക്കി വെക്കണമെന്ന് നിർബന്ധമാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊന്നും ചോദിക്കുന്നതോ അവയെക്കുറിച്ച് അഭിപ്രായം പറയുന്നതോ അവർക്കിഷ്ടമല്ല.
ഇവളുടെ മനസ്സിൽ എനിക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥാനമുണ്ടോ? ഈ ചോദ്യം ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ അവൾ മറ്റ് ആൺകുട്ടികളോട് സംസാരിച്ചു നിൽക്കുന്നതു കാണാം. ഉടൻ എൻ്റെ ഉള്ളിൽ കുശുമ്പുണരും. സത്യത്തിൽ ഒന്നിച്ചു സിനിമയ്ക്ക് പോവണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചതു തന്നെ ഇതറിയാനായിരുന്നു. റിയ സൊമാനി സത്യത്തിൽ മാധവ് ഝായെ ഏതു രീതിയിലാണ് കാണുന്നത്? അവളുടെ കയ്യിൽ പിടിച്ചതും എൻ്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ തന്നെ. പക്ഷേ അവളുടെ പ്രതികരണം കണ്ടിട്ട് എവിടെയും സ്ഥാനമുണ്ടെന്ന് തോന്നുന്നില്ല. സിനിമയുടെ ബാക്കി സമയം മുഴുവൻ റിയ കസേര കയ്യിൽ നിന്നും കൈ മാറ്റിവെച്ച് ഒതുങ്ങിയിരുന്നു. ഒരക്ഷരം പോലും മിണ്ടിയില്ലെങ്കിലും അവൾ ആകെ അസ്വസ്ഥയായതുപോലെ തോന്നി. ശ്രദ്ധ മുഴുവൻ സിനിമയിലാണ്. എന്താ, വല്ല കുഴപ്പവുമുണ്ടോ? ഞാൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ മിൽക്ക് ഷേക്ക് നുണഞ്ഞുകൊണ്ടിരുന്നു. കുപ്പിയിൽ വാങ്ങാൻ കിട്ടുന്ന മിൽക്ക് ഷേക്കിന് പ്രസിദ്ധമായ കെവൻസിലാണ് ഞങ്ങൾ. ഓഡിയോൺ സിനിമയിൽ നിന്നും നേരെ നടന്നെത്തിയതാണ്. ഏയ് ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ പറഞ്ഞു. ആ പ്രതികരണം എനിക്കിഷ്ടമായില്ല. ഒരക്ഷരം മിണ്ടാതിരുന്നത് കൊണ്ട് രണ്ടുപേരും മിൽക്ക് ഷേക്കിൻ്റെ മുക്കാലും തീർത്തു കഴിഞ്ഞിരുന്നു. റിയ എന്തോ ആലോചനയിൽ മുഴുകി നേരെ മുന്നോട്ട് കണ്ണും നട്ടിരിപ്പാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അവൾ കരഞ്ഞു പോകുമെന്ന് തോന്നി. ഐ ആം സോറി. എന്താ? തെല്ല് അത്ഭുതത്തോടെയാണ് അവളുടെ ചോദ്യം. അല്ല, ഞാൻ എൻ്റെ കൈ തൻ്റെ കയ്യിന്മേൽ വെച്ചില്ലേ, അത്. ആ മണ്ടത്തരം സംഗതി മുഴുവൻ കുളമാക്കിയത് എന്നെനിക്കറിയാമായിരുന്നു. അതെപ്പോഴാ? സിനിമ കാണുമ്പോൾ. അതു പിന്നെ അങ്ങനെയൊരു കാര്യമേ ഞാൻ ഓർക്കുന്നില്ല, അവൾ ഇടയ്ക്കു കയറി പറഞ്ഞു. ഓ, ആശ്വാസത്തിൻ്റെ ഇളം കാറ്റ് എന്നിലൂടെ കടന്നുപോയി. പിന്നെ താൻ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അത് വിട്, റിയ പറഞ്ഞു. മിണ്ടാപ്രാണിയുടെ സ്ഥിരം പ്രതികരണം. അവൾ മുഖത്തു പാറി വീണ മുടിയിഴകൾ കോതിയൊതുക്കി. താനെന്താ എന്നോട് ഒരിക്കലും ഒരു കാര്യവും പറയാത്തത്? എൻ്റെ ശബ്ദത്തിൽ അപേക്ഷയും പ്രതിഷേധവും ഒരുപോലെ കലർന്നിരുന്നു. റിയ മിൽക്ക് ഷേക്ക് കുടിച്ചു തീർത്തു. ഒഴിഞ്ഞ കുപ്പി മേശപ്പുറത്ത് വെച്ച് ഞാൻ പറഞ്ഞത് കേൾക്കാത്ത മട്ടിൽ അവൾ പറഞ്ഞു. ശരി, പോകാം. റിയ, നിന്റെ കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ സംസാരിക്കാറില്ല. എന്നെ ബാസ്കറ്റ്ബോൾ കളിക്കു മാത്രമേ കൊള്ളൂവെന്നാണോ? എന്തൊക്കെയായി പറയുന്നത്? നമ്മൾ പരസ്പരം കാണുന്നുണ്ട്, കളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒപ്പം ആഹാരവും കഴിക്കാറുണ്ട്. പക്ഷേ സ്വന്തം കാര്യങ്ങളൊന്നും താൻ എന്നോട് പറയാറില്ല. എൻ്റെ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരുമായി പങ്കിടാറില്ല മാധവ്. ഞാൻ മറ്റുള്ളവരിൽപ്പെട്ട ആളാണോ? ഒരു വെയിറ്റർ ഞങ്ങളുടെ അടുത്തെത്തി, ഒഴിഞ്ഞ കുപ്പികൾ എടുത്തുകൊണ്ടു പോകാൻ. അയാൾ നടന്നു മാറിയിട്ടേ റിയ സംസാരം തുടർന്നുള്ളൂ. ഇയാൾ എൻ്റെ ഒരു ചങ്ങാതിയാണ്. അതായത്? അതിലെന്താ ഇത്ര സംശയം? എനിക്ക് എത്രയോ ചങ്ങാതിമാരുണ്ട്. അവരുമായൊന്നും ഞാൻ സ്വന്തം കാര്യങ്ങൾ പങ്കിടാറില്ല. ഞാൻ മറ്റു സാധാരണ ചങ്ങാതിമാരെ പോലെയാണോ? ഒരു പ്രത്യേകതയും എനിക്കില്ലേ? റിയ പുഞ്ചിരിച്ചു. ഉവ്വ്, ബാസ്കറ്റ് ബോളിൽ മറ്റാരേക്കാളും നല്ല കളി ഇയാളുടേതാണ്. ഞാൻ എഴുന്നേറ്റു. ആ പറഞ്ഞതിൽ വലിയ തമാശയൊന്നും തോന്നിയില്ല. ഏയ് നിൽക്കൂ, റിയ വീണ്ടും എന്നെ പിടിച്ചിരുത്തി. കടുപ്പിച്ച മുഖഭാവത്തോടെ ഞാൻ ഇരുന്നു. എന്തിനാ എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയുന്നത്? റിയ ചോദിച്ചു. എനിക്കതു പ്രധാനമാണ്. തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും. മറ്റു കൂട്ടുകാർക്ക് അത് പറ്റില്ലല്ലോ. അതുമല്ല, തനിക്ക് വല്ല വിഷമവുമുണ്ടെങ്കിൽ എനിക്കും വിഷമം തോന്നും. തൻ്റെ കാര്യങ്ങൾ എനിക്കറിയണം റിയ. പക്ഷേ തന്നെക്കൊണ്ട് വർത്തമാനം പറയിക്കുന്നത് പല്ലു ഡോക്ടർ പല്ലു പറിച്ചെടുക്കുന്നത് പോലെയാണ്. അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ പുലമ്പലിൻ്റെ ഇടയ്ക്കു കയറി. എൻ്റെ കുടുംബം ആകെ തകരാറിലാണ്. എന്താ ഇയാൾക്ക് അറിയേണ്ടത്? അത് കേട്ട് ഞാൻ അത്ഭുതത്തോടെ അവളെ നോക്കി. BMW കാർ സ്വന്തമായുള്ള ഒരു കുടുംബം തകരാറിലാണെന്ന് പറയുന്നതാണ് ഒട്ടും ദഹിക്കാൻ പറ്റാത്തത്. അവളുടെ നോട്ടം എൻ്റെ കണ്ണുകളുമായി ഇടഞ്ഞു. എന്നെ വിശ്വാസത്തിലെടുക്കാമോ എന്ന് ഒരു അവസാന പരിശോധന നടത്തുന്നത് പോലെ. വരൂ, നമുക്കല്പം നടക്കാം, റിയ പറഞ്ഞു. അവളുടെ ആഡംബര കാർ ഞങ്ങളെ ഇന്ത്യ ഗേറ്റിൽ കൊണ്ടുചെന്നിറക്കി. സായാഹ്ന സൂര്യൻ്റെ പതിഞ്ഞ രശ്മികൾ ചെങ്കല്ലു പാകിയ നടപ്പാതയിൽ ആ സ്മാരകത്തിൻ്റെ നീണ്ട നിഴൽ വീഴ്ത്തി. ഞങ്ങളുടെയും. രാഷ്ട്രപതി ഭവൻ വരെയുള്ള 1 മൈൽ ദൂരം
മുഴുവൻ ഞങ്ങൾ നടന്നു. ബീഹാറിൽ നിന്ന് എത്രയോ അകലെ ഈ റോഡുകളിലെത്തുമ്പോൾ ഇന്ത്യ ഒരു ദരിദ്ര രാഷ്ട്രമാണെന്നേ തോന്നില്ല. ആകാശത്തിൽ പ്രാവുകൾ കൂട്ടമായി പറക്കുന്നു. അടുത്തുള്ള സർക്കാർ ഓഫീസുകളിലെ ബാബുമാർ ധൃതി വെച്ചു നടക്കുന്നു. രണ്ടു കൂട്ടർക്കും ചിന്ത ഒന്നു തന്നെ, ഇരുട്ടും മുമ്പ് വീട് പൂകണം. ഞങ്ങൾ ഒപ്പം നടന്നു. ഞങ്ങളുടെ നിഴലുകൾ കൈകോർത്ത് പിടിച്ചതുപോലെയുണ്ട്. ഞാൻ ആരുടെ മുന്നിലും മനസ്സ് തുറക്കാറില്ല. ആകെ ചെയ്യുക വല്ലപ്പോഴും ഡയറി എഴുതുകയാണ്. അതും വളരെ അപൂർവമായി മാത്രം. റിയ പറഞ്ഞു. ഇയാൾക്കറിയാമല്ലോ, അല്ലെങ്കിലും ഞാൻ അധികം മിണ്ടുന്ന മട്ടുകാരിയല്ല. എനിക്ക് മനസ്സിലാവും. താങ്ക്സ്. പ്രശ്നം തൻ്റെ കുടുംബത്തിൻ്റേതാണ്. പണം പണം എന്നൊരു ചിന്തയേ അവർക്കുള്ളൂ. ഞാൻ അങ്ങനെയല്ല. അതു നല്ലതല്ലേ? അറിയില്ല. അതുമല്ല, അവിടെ ആർക്കും എന്നെ ഒരു വിലയുമില്ല. എൻ്റെ സഹോദരന്മാർക്ക് വിലയുണ്ട്. കാരണം അവർ ഒരു കാലത്ത് ബിസിനസ് ഏറ്റെടുക്കാനുള്ളവരാണ്. ഞാനാണെങ്കിൽ മിണ്ടാതിരുന്നോളണം. സമയം വരുമ്പോൾ കല്യാണം കഴിപ്പിച്ച് സ്ഥലം വിടുകയും വേണം. കുട്ടികളെ പ്രസവിക്കുക, ഷോപ്പിങ്ങിന് പോയി കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടുക, ഇതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പക്ഷേ തനിക്ക് അതിനൊന്നും മോഹമില്ലേ? ഇല്ലേ ഇല്ല. റിയയുടെ ശബ്ദം ഉയർന്നു. ഇയാൾക്കെന്നെ മനസ്സിലായിട്ടില്ലേ? ഇല്ലേ? സോറി റിയ. ഈ രാജ്യത്ത് പെൺകുട്ടിയായി ജനിച്ചാൽ തുലഞ്ഞു. താൻ ആകെ അപ്സെറ്റാണല്ലോ. ഇന്നു വല്ല കുഴപ്പവുമുണ്ടായോ? കോളേജ് പഠനം കഴിഞ്ഞാൽ മ്യൂസിക് പഠിക്കണം എന്നു ഞാൻ പറഞ്ഞു. അവർക്ക് എന്നെ കാശുള്ള വല്ല മാർവാടി കുടുംബത്തിലേക്കും കെട്ടിച്ചു വിട്ടാൽ മതി. എന്നിട്ട് ഞാൻ അവിടെ റാണിയെപ്പോലെ കഴിയണം. എനിക്ക് റാണിയെപ്പോലെ കഴിയണ്ട. എൻ്റെ സ്വപ്നം അതല്ല. ഈ രാജാവും റാണിയുമൊക്കെ ആവുന്നത് വലിയ കൊമ്പത്തെ കാര്യമൊന്നുമല്ലെന്നേ ഞാൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. റിയ, തനിക്കെന്താണ് ശരിക്കും വേണ്ടത്? എന്താണ് തൻ്റെ ശരിക്കുള്ള സ്വപ്നം? സ്വപ്നം കണ്ടിട്ട് എന്താ കാര്യം? മനസ്സ് വെറുതെ അതിൽ കയറി പിടിക്കും. ഒന്നും നടക്കുകയുമില്ല. ചില സ്വപ്നങ്ങൾ ശരിയാവുക തന്നെ ചെയ്യും. എൻ്റെ കാര്യത്തിൽ ശരിയാവില്ല. പറയൂ, എന്താണ് ആ സ്വപ്നം? റിയ എന്നെ ഒന്നിരുത്തി നോക്കി. കേട്ടാൽ ഇയാൾക്ക് ചിരി വരും. പറഞ്ഞു നോക്ക്. അവൾ പുഞ്ചിരിച്ചു. ശരി, എനിക്ക് സംഗീതം അവതരിപ്പിക്കണം. പാടണം. അത് ന്യൂയോർക്കിലെ ഒരു ബാറിൽ. ഹയ്യടാ. എന്താ? കേട്ടിട്ട് മണ്ടത്തരമാണെന്ന് തോന്നുന്നു അല്ലേ? അതല്ല, സ്വപ്നം വളരെ കൃത്യമാണല്ലോ. പാടുന്നത് ന്യൂയോർക്കിലെ ഒരു ബാറിൽ വേണം. അതെ, അതിനാണു കാര്യം. വലിയ പാട്ടുകാരിയായ പേരും പ്രശസ്തിയുമൊന്നും നേടണം എന്നെനിക്കില്ല. വലിയൊരു കോടീശ്വരനെ കല്യാണം കഴിക്കാനും മോഹമില്ല. പാട്ട് കേട്ട് ആവേശം കൊള്ളുന്ന ആളുകളെ ചുറ്റും നിർത്തിക്കൊണ്ട് എനിക്ക് സ്വസ്ഥമായി പാടണം. ന്യൂയോർക്കിലെ മാൻഹട്ടിൽ ഒരു വീട് സ്വന്തമാക്കണം. നിറയെ പുസ്തകങ്ങളും മ്യൂസിക് സീഡികളുമുള്ള എൻ്റെ മാത്രം വീട്. ഞായറാഴ്ചകളിൽ ബാസ്കറ്റ് ബോൾ കളിക്കാം. അല്ലാതെ കല്യാണ നിശ്ചയത്തിനുള്ള തിളങ്ങുന്ന ലഹങ്കകൾ മാറി മാറി ഇട്ടു നോക്കി രസിക്കാനല്ല എൻ്റെ മോഹം. കേട്ടിട്ട് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ എല്ലാം മടുത്തിട്ട് മനസ്സിൽ തോന്നുന്ന ഭ്രാന്താവാം. എന്നാലും 12 വയസ്സ് തൊട്ടേ ഈ വിചാരം മനസ്സിലുണ്ട്. അക്കാലത്ത് ഞങ്ങൾ ഒരിക്കൽ ന്യൂയോർക്കിലേക്ക് യാത്ര പോയി. ആ സ്ഥലം കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ചെയ്യുന്നത് എന്തായാലും ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളുകൾ. വലിയ കാശുകാരൊന്നും ഉണ്ടാവില്ല. എന്നാലും എന്തൊരു സന്തോഷം. അതിനിടയ്ക്കാണ് ഒരു ബാറിൽ വെച്ച് ആ സ്ത്രീയെ കണ്ടത്. ചുറ്റുമുള്ളതൊക്കെ മറന്ന് സ്വന്തം ഹൃദയം പറിച്ചെടുത്ത പോലെ നിന്ന് പാടുന്ന ഒരു സ്ത്രീ. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. ആകാശം തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിൽ നിന്ന് ഇരുണ്ട ചാല നിറത്തിലേക്ക് വീണു. അതിനകം ഞങ്ങൾ രാഷ്ട്രപതി ഭവനടുത്ത് ഡൽഹി പോലീസിലെ കാവൽ ഭടന്മാർ തടസ്സം നിൽക്കുന്ന ഇടത്തെത്തിക്കഴിഞ്ഞിരുന്നു. അവർ ഞങ്ങളോട് തിരിച്ചു പോകാൻ പറഞ്ഞു. റിയ സംസാരിച്ചു കൊണ്ടേയിരുന്നു അവളുടെ ന്യൂയോർക്ക് യാത്രകളെക്കുറിച്ച്. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ച് ഒരു NBA ബാസ്കറ്റ്ബോൾ ഗെയിം നേരിട്ട് കാണാൻ സാധിച്ചു. സത്യത്തിൽ അതു കാരണമാണ് ഞാൻ ബാസ്കറ്റ്ബോൾ കളിക്കാൻ തുടങ്ങിയത്.
ഏ, താനപ്പോൾ NBA ഗെയിം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉവ്, ആ ഒരന്തരീക്ഷം. ഹോ, ഷോക്ക് അടിക്കുന്നത് പോലെ തോന്നും മാധവ്. ഒരു ദിവസം പോയി കാണണം. ഞാൻ വെറുതെ ഒന്ന് ചുമർ വെട്ടിച്ചു. എന്തായാലും തൻ്റെ സ്വപ്നം കൊള്ളാം, എനിക്കിഷ്ടമായി. ഇതിൽ നടക്കാത്തതായി ഒന്നുമില്ല. തനിക്കത് പറ്റും എന്നുവെച്ചാൽ? റിയ ചോദിച്ചു. വല്ല സൂപ്പർ സ്റ്റാറോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവാനായിരുന്നു മോഹമെങ്കിൽ കുഴങ്ങിയേനെ. ഇതിപ്പോൾ എന്താ, ചെറിയൊരു കാര്യമേ താൻ മോഹിക്കുന്നുള്ളൂ. റിയ പുഞ്ചിരിച്ചു. എൻ്റേതുപോലൊരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിയുടെ ഒരു മോഹവും നിസാരമല്ല. കുറച്ചു നേരം ഞങ്ങൾ ഒന്നും മിണ്ടാതെ നടത്തം തുടർന്നു. എനിക്കെന്തോ വലിയ ആശ്വാസം തോന്നുന്നു, റിയ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ? അവൾ എൻ്റെ നേരെ മുഖം തിരിച്ചു നോക്കി. അന്തിവെട്ടത്തിൽ ഓറഞ്ച് നിറമാർന്ന അവളുടെ മുഖം അലൗകികമായി തോന്നി. ഒന്നു കെട്ടിപ്പുണരാൻ കഴിഞ്ഞെങ്കിൽ. ഇയാളോട് തുറന്ന് സംസാരിച്ചപ്പോൾ ഒരു സുഖം തോന്നുന്നു, അവൾ പറഞ്ഞു. സൂര്യൻ പോയി മറഞ്ഞു. റോഡ് ഇരുട്ടിലാഴ്ന്നു. രാജ്പഥിലെ വിളക്കുകളുടെ തേൻ വെളിച്ചത്തിൽ അവളുടെ ദേഹം തിളങ്ങി. വരുന്നത് വരട്ടെ. ഞാൻ അവളുടെ കൈ പിടിച്ചു. പിന്നെയും പറ്റിയോ അബദ്ധം? റിയ ചോദിച്ചു. പക്ഷേ അവൾ കൈ പിൻവലിച്ചില്ല. ഞങ്ങൾ ഒപ്പം ചിരിച്ചു. അമ്മാവന്മാരുടെ കാര്യവും ഇങ്ങനെ തന്നെ. എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും ഭാഗമേ പിടിക്കൂ. അവൾ പിന്നെയും സംസാരം തുടർന്നു. ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാലും ശ്രദ്ധ മുഴുവൻ അപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങിക്കിടക്കുന്ന അവളുടെ കൈ നൽകുന്ന അനുഭൂതിയിലായിരുന്നു.